ബെനീസ് വ്ലോഗ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ സ്വിറ്റ്സർലൻഡിൻ്റെ തലസ്ഥാനമായ ബേണിൻ്റെ പ്രാന്തപ്രദേശത്തുള്ള കൃഷിയിടങ്ങളിലെ അതുപോലെ തന്നെ പാർപ്പിട സമുച്ചയങ്ങളിലുള്ളിടത്തെയും കാഴ്ചകളാണ്. ഈ റെഡ് ആരോ കാണിച്ചിരിക്കുന്ന ഏരിയയിലെയാണ് ഇത് നമ്മളിപ്പം കാണിക്കുന്നത്. സ്വിറ്റ്സർലൻഡിൻ്റെ തലസ്ഥാനമായ ബേണിൻ്റെ കിഴക്കേ അറ്റത്തുള്ള മ്യൂരിഫെഡിലെ വിറ്റിംഗ്ഹോഫനിലാണ് ഞങ്ങൾ 2 ആഴ്ച കസിൻ്റെ കൂടെ താമസിച്ചത്. സ്വിറ്റ്സർലൻഡിൽ ഞങ്ങൾ ഒരു ദിവസം വൈകിട്ടാണ് എത്തിയത്. പിറ്റേ ദിവസം വെളുപ്പിനെ തന്നെ 4 ദിവസത്തെ യാത്രയ്ക്കായി ഞങ്ങൾ കസിൻ്റെ കൂടെ യാത്ര തിരിച്ചു. ഓരോ ദിവസം നീളുന്ന 3 പനോരമിക് ട്രെയിൻസിലെ യാത്രയും ലുഗാനോ, ലൊക്കാർണോ തുടങ്ങിയ ഇറ്റാലിയൻ സൈഡിലെ പട്ടണങ്ങൾ കണ്ട് തിരിച്ചെത്തി. പിറ്റേ ദിവസം ഞങ്ങൾ വാഷിങ്ങും ലോക്കൽ വിസിറ്റുമാണ് നടത്തിയത്. ഈ ലോക്കൽ വിസിറ്റിൽ ഞങ്ങൾ കൃഷിയിടങ്ങളിലൂടെയും ഗ്രാമപ്രദേശങ്ങളിലൂടെയാണ് നടന്നത്. ഈ നടത്തത്തിൻ്റെ അവസാനമാണ് അവിടുത്തെ ഒരു പശു ഫാം സന്ദർശിച്ചത്. പശു ഫാമിൻ്റെ വീഡിയോ ആണ് നിങ്ങൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടത്. സ്വിറ്റ്സർലൻഡിൻ്റെ തലസ്ഥാനമായ ബേണിൻ്റെ ശാന്തമായ പ്രാന്തപ്രദേശങ്ങളിൽ ഈ പ്രഭാതത്തിൽ ഇന്ന് ഞങ്ങൾ മുറിബെയ് ബെൺ, ഡെന്നിങ്, കോഫൻബെർഗ്, വിറ്റിംഗ്ഹോഫൻ എന്നിവയിലൂടെ വസന്തകാല നടത്തം നടത്തുന്നു. പ്രകൃതിയും സമൂഹവും അടുത്തടുത്തതായി താമസിക്കുന്ന ശാന്തമായ സ്ഥലങ്ങൾ. ഈ കാണുന്നത് ഗോതമ്പ് പാടമാണ്. ഈ വഴിയോട് ചേർന്നുള്ള കുറച്ച് സ്ഥലം മാത്രം പുല്ലാണ്. ഈ വഴിയുടെ സൈഡെല്ലാം ഈ സമയമാകുമ്പം സ്ട്രോബെറി ചെടികൾ തളർത്തു വരുമെന്നാണ് പറയുന്നത്. നമ്മളിവിടെ ഒരു ചെമ്മരിയാട് വളർത്തുന്ന സ്ഥലമാണ് ഇപ്പോൾ കാണുന്നത്. അതിനകത്ത് 5-6 ചെമ്മരിയാടുകളുണ്ട്. ഇത് ഏപ്രിൽ അവസാനമാണ്. ഗോതമ്പ് പാടങ്ങൾ വളരാൻ തുടങ്ങിയിരിക്കുന്നു. മൃദുവായ വസന്ത സൂര്യനിലേക്ക് നീണ്ടു നിൽക്കുന്ന സജീവമായ പച്ച ബ്ലേഡുകൾ. വായു ശാന്തമാണ്. പക്ഷികൾ പൂർണ്ണഗാനത്തിലാണ്. നമുക്ക് ചുറ്റുമുള്ളതെല്ലാം പുതുക്കലിനൊപ്പം സജീവമായി തോന്നുന്നു. ഇവിടുത്തെ പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തണുപ്പ് കാലത്തുടനീളം ഇതെല്ലാം മഞ്ഞിൽ ഉറഞ്ഞ് ഇങ്ങനെ നിൽക്കും. അത് കഴിഞ്ഞിട്ട് മഞ്ഞ് മാറി ടെമ്പറേച്ചർ അല്പാൽപ്പം മെച്ചപ്പെടുമ്പോൾ ചെറുതായിട്ട് ഈ ചെടികൾ മൊട്ടിട്ട് വളർന്ന് പൂക്കളായി വസന്തത്തിലേക്ക് പ്രവേശിക്കുന്നു. പാതയുടെ അരികുകളിൽ കാട്ടുപൂക്കൾ നിറഞ്ഞിരിക്കുന്നു. തേനീച്ചകൾ ഇതിനകം ജോലിയിലാണ്. ചിത്രശലഭങ്ങൾ വായുവിലൂടെ മിന്നിമറയുന്നു. ബേണീസ് ഗ്രാമപ്രദേശങ്ങളിൽ ഇത് വസന്തകാലമാണ്. സൂക്ഷ്മവും സാവധാനവും നിശബ്ദമായി അതിശയകരവുമാണ്. ഇത് നമ്മൾ ഗോതമ്പ് പാടമാണ് കാണുന്നത്. ഗോതമ്പ് വളർന്ന് ഈ പ്രായത്തിലായതേ ഉള്ളൂ. ഇടയ്ക്കോട്ട് ദൂരെ നമ്മൾ കടുക് പാടത്തിൻ്റെ ആ മഞ്ഞ കളർ കാണാം. കടുകും ഗോതമ്പുമാണ് ഇവിടെ കൂടുതൽ കൃഷി ചെയ്യുന്നത്. നമ്മളേതാണ്ട് ബേണിൻ്റെ അതിർത്തി പ്രദേശമാണ്. ഗോതമ്പ് പാടം ഇങ്ങനെ നീണ്ടു കിടക്കുന്നു. ഇതാണ് കാട്ടുപൂക്കൾ നിറഞ്ഞ. ഇത് ഗോതമ്പാണ്. ഗോതമ്പ് വെച്ചിരിക്കുന്നതാണ്. നമ്മുടെ ഇവിടുത്തെ കരയിലെ നെല്ല് കൃഷി ചെയ്യുമ്പോൾ കാണുന്ന പോലെ തന്നെ തോന്നുന്നു. ഇവിടെ എല്ലാം മെഷീനാണ്. കൃഷിക്കെല്ലാം ഫുള്ള് മെഷീനാണ് ഉപയോഗിക്കുന്നത്. വഴിയുടെ സൈഡിലെല്ലാം ചെറിയ മരങ്ങളുണ്ട്. അവയുടെ കമ്പുകളിലെല്ലാം ഇല പൊഴിഞ്ഞിങ്ങനെ ചെറിയ തളപ്പ് മൊട്ടിട്ട് പൂക്കളായി വരുന്നുണ്ട്.
ഇതിനിടയിലൂടെ ആ ലോക്കലിലുള്ള ആൾക്കാർ വഴിയിൽ രാവിലെ ചെറുതായിട്ട് ഓടുന്നുണ്ട്. അവരുടെ എക്സർസൈസ് നടന്നുകൊണ്ടിരിക്കുന്നു. ഇതുകൊണ്ട് 10 ഡിഗ്രിയോട് അടുത്താണ് അന്നത്തെ ടെമ്പറേച്ചർ. ഇവിടെ കാണുന്ന പച്ചപ്പ് നിറഞ്ഞ ഭാഗം ഗോതമ്പ് പാടമാണ്. അതിൻ്റെ ഇപ്പുറം കാണുന്നതാണ് ഈ കാട്ടുപൂക്കളും ഒക്കെ വളർന്നു നിൽക്കുന്നത്. ഈ സമയങ്ങളിൽ നമ്മൾ സ്വിറ്റ്സർലൻഡിൻ്റെ മിക്ക സ്ഥലങ്ങളിലും പോകുമ്പോൾ ഇങ്ങനെ ചക്രവാളത്തിൽ ഏതെങ്കിലും ഒരു മലയും ആ മലയുടെ മുകളിൽ ഇങ്ങനെ മഞ്ഞ് മൂടിയും കിടക്കുന്ന കാണാം. ഒരാൾ ഓടുന്നുണ്ട്. നമ്മുടെ ചാനൽ ബെനീസ് വ്ലോഗ്സ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക. നമ്മൾ അകലെ ഒരു കോമ്പൗണ്ടിൽ പശുക്കൾ മേയുന്ന കാണാം. അവിടെ എല്ലാം ചെറി, ആപ്പിള് തുടങ്ങിയ മരങ്ങളിങ്ങനെ ഇല പൊഴിച്ചിട്ട് മൊട്ടോടുകൂടി നിൽക്കുന്ന കാണാം. അത് പൂക്കൾ ആകുന്ന സമയമായി. എല്ലാം ചെറിയ ഇതിലെല്ലാം പൂക്കളുണ്ട്. രണ്ട് ചട്ടിയിൽ ചെടികൾ അവിടെ മറിഞ്ഞു കിടക്കുന്നു. ഇതൊക്കെ ഇങ്ങനെ ഈ വസന്തകാലത്ത് പൊട്ടിമുളച്ച് ഉണ്ടാകുന്ന പൂക്കളാണ്. ഡെന്നിങ്ങിലേക്ക് മാറുമ്പോൾ ദൈനംദിന ജീവിതത്തിൻ്റെ ലക്ഷണങ്ങൾ കാണാൻ തുടങ്ങുന്നു. ഇവിടുത്തെ വീടുകൾ എളിമയുള്ളതും നന്നായി പരിപാലിക്കപ്പെടുന്നതുമാണ്. ശൈത്യകാലത്ത് നിന്നുണരുന്ന മുൻവശത്തെ പൂന്തോട്ടങ്ങൾ, ടുലിപ്പുകൾ, ഡാഫോഡിൽസ്, സൂര്യപ്രകാശത്തിൽ കുതിർന്ന ആദ്യകാല ഔഷധ സസ്യങ്ങൾ, ഇവയെല്ലാം സമൃദ്ധമായി നമുക്ക് ഈ വീടിൻ്റെ മുൻഭാഗത്ത് കാണാം. ഇവിടെയൊന്നും ഈ കല്ലുകൊണ്ട് അല്ലെങ്കിൽ കോൺക്രീറ്റ് മതിലുകളോ അല്ലെങ്കിൽ കല്ലുകെട്ടി തിരിച്ച മതിലുകളോ അങ്ങനെ കാണാനില്ല. മാക്സിമം ഉള്ള ഒരു കമ്പിവേലിയാണ്. അല്ലെങ്കിൽ കൂടുതലും ഈ ചെടികൾ കൊണ്ട് ഒരു വേലി പോലെ ചെടികളിങ്ങനെ വെട്ടി നിർത്തിയിരിക്കുന്ന കാണാം. നിൽക്കുന്ന മരങ്ങളെല്ലാം പൂത്ത് സമൃദ്ധമായിട്ട് പൂത്ത് നിൽക്കുകയാണ്. ചിലതൊക്കെ പൂക്കാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ, ചിലത് നിറയും പൂക്കളുണ്ട്. എന്നാണേലും വീടുകളുടെ കോമ്പൗണ്ടുകളെല്ലാം പച്ചപ്പ് കൊണ്ട് സമൃദ്ധമാണ്. വിവിധതരം ചെടികൾ ഇങ്ങനെ വെട്ടി ഒരു വീടിൻ്റെ വേലി പോലെ നിർത്തിയിരിക്കുന്നു. ഇതാണ് നല്ല ഷേപ്പിൽ തന്നെ വെട്ടി നിർത്തിയിരിക്കുന്നത്. ഒരു വള്ളത്തിൻ്റെ ഷേപ്പിൽ വെട്ടി നിർത്തിയിരിക്കുന്നത്. ഇവിടെ ഒരു മതിലിന് ഈക്വലൻ്റായിട്ടാണ് അവർ അതിനെ കൺസിഡർ ചെയ്യുന്നത്. ഒരു ചെറിയ ജംഗ്ഷനാണ്. നമ്മൾ ഈ പാതയുടെ മറു സൈഡിൽ വോൾവോയുടെ ഒരു ഷോറൂമോ എന്തോ ഒരു ഷോപ്പാണെന്ന് തോന്നുന്നു. അവിടെ നിറയെ അവരുടെ കോമ്പൗണ്ടിൽ നിറയെ വാഹനങ്ങളുണ്ട്. സർവീസ് സെൻ്ററാണോ എന്ന് സംശയമുണ്ട്.
നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ വളരെ അർത്ഥവത്തായിട്ടുള്ളൊരു വീടാണ് നമ്മൾ ഈ കാണുന്നത്. ഔഷധ സസ്യങ്ങളും പൂക്കളും എല്ലാം കൊണ്ട് അതിൻ്റെ ഫ്രണ്ട് നിറഞ്ഞിരിക്കുന്നു. ഇതാണ് വോൾവോയുടെ കോമ്പൗണ്ട്. ഇവിടെ കൂടുതലും ആൾക്കാർ ഇതാണ് ഇവിടുത്തെ ട്രാം സർവീസ്. ഇവിടെ കൂടുതലും ആൾക്കാർ ട്രാം, ബസ്, ട്രെയിന് ഇവയെല്ലാമാണ് യൂസ് ചെയ്യുന്നത്. വഴിയുടെ സൈഡിലൊക്കെ വെച്ചിരിക്കുന്ന ഇതിനകത്തെല്ലാം നിറയെ പൂക്കളുണ്ട്. നമ്മൾ ആ വോൾവോയുടെ കോമ്പൗണ്ടാണ് ഇപ്പോൾ കാണുന്നത്. നിറയെ വണ്ടികളുണ്ട്. ഇതിനകത്തെല്ലാം വെച്ചിരിക്കുന്ന ചെടികളൊക്കെ നിറഞ്ഞ് പൂത്ത് പല വിവിധ വർണ്ണങ്ങളിലുള്ള പൂക്കളാണ്. ഇതാണ് അവിടുത്തെ റെയിൽവേ ട്രാക്കും ഒരു ട്രെയിൻ പോകുന്നതാണ്. ഇതാണ് ഇവിടുത്തെ ബസ് സർവീസുകൾ. എല്ലാം ഇടവിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് സ്വന്തമായിട്ട് നമ്മൾ കാറില്ലെങ്കിലും കൂടുതൽ ആൾക്കാരും സൈക്കിളാണ് ഇവിടെ പ്രിഫർ ചെയ്യുന്നത്. നമ്മൾ കാണുന്ന ഇവിടുത്തെ ഒരു ചെറിയ ഒരു കുന്നുംപ്രദേശം നിറയെ ഈ മരങ്ങളുള്ള ഒരു സ്ഥലമാണ്. ഈ മിക്കവാറും മരങ്ങളൊക്കെ ഇല പൊഴിച്ച് തളർത്ത് പൂത്തു തുടങ്ങിയിരിക്കുന്നു. ഇവിടെ എല്ലാം ഈ പറഞ്ഞ പോലെ മതിലിന് പകരം ഈ ചെടികൾ ഇങ്ങനെ വെട്ടി ഷേപ്പിൽ നിർത്തിയിരിക്കുകയാണ്. എല്ലാം വീടുകളുടെ കോമ്പൗണ്ടിൽ നിറയെ മരങ്ങളും അതുപോലെ തന്നെ ചെടികളും എല്ലാം ഇങ്ങനെ പൂത്തളഞ്ഞ് നിൽക്കുകയാണ്. വിവിധ വർണ്ണങ്ങളിലുള്ള ഇതെല്ലാം വീടുകളുടെ ഫ്രണ്ടാണ്. ചെറിയ മരങ്ങളും പുല്ലുകളും പൂക്കളും കൊണ്ട് വളരെ സമൃദ്ധമാണ് ഇവിടുത്തെ വീടുകളുടെ ഫ്രണ്ട് സൈഡെല്ലാം. നമുക്കങ്ങനെ വണ്ടികളൊന്നും അധികം പാർക്ക് ചെയ്യുന്ന കാണാൻ പറ്റുന്നില്ല വീടുകളുടെ ഫ്രണ്ടിലൊക്കെ. ടുള്ളിപ്പുണ്ട് ഇവിടെയൊക്കെ മിറ്റിൽ പോലെ, ഈ 1.5 ഇഞ്ചിൻ്റെ മിറ്റിലിടുന്ന പോലെയുള്ള വലിയ കഷ്ണങ്ങൾ, കരിങ്കൽ കഷ്ണങ്ങൾ ഇട്ടിട്ട് അതിനിടയിലാണ് ടുള്ളിപ്പൂക്കൾ, ചെടികളിങ്ങനെ പൊട്ടിത്തളർത്ത് വന്ന പൂക്കൾ കാണുന്നത്. ഇതുപോലെ മിക്കവാറും വീടുകളുടെ ഫ്രണ്ടിലെല്ലാം ഇങ്ങനെ പുല്ല് പിടിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ചെറിയ ചെടികളും എല്ലാം വെട്ടി നല്ല ഷേപ്പിൽ നിർത്തിയിരിക്കുന്നു. മിക്കതിൻ്റെയും വീടിൻ്റെ ഈ ബൗണ്ടറി ഇതുപോലെയുള്ള ചെടികൾ ആണ് വെട്ടി ബൗണ്ടറി ആക്കി നിർത്തിയിരിക്കുന്നത്. ഇതെല്ലാം എല്ലാം ട്രിം ചെയ്ത് നിർത്തിയിരിക്കുകയാണ് ഈ വസന്തകാലത്തെ വരവേൽക്കാൻ വേണ്ടി. മിക്ക വീടുകളിൽ സൈക്കിളുകളുണ്ട്. കോപ്പൻവെഗ് എന്ന ഇടുങ്ങിയതും ശാന്തവുമായ ഒരു പാതയിലൂടെ സഞ്ചരിക്കുമ്പോൾ നാട്ടുകാർ നടക്കുകയോ സൈക്കിൾ സവാരി ചെയ്യുകയോ ചെയ്യുന്ന നിങ്ങൾ പലപ്പോഴും കാണും. ചിലർ ജോലിക്ക് പോകുന്ന വഴിയിലാണ്, മറ്റുള്ളവർ ചുറ്റുമായി ആസ്വദിക്കുന്നു. ചെറിയ ബന്ധനിമിഷങ്ങൾ പ്രദാനം ചെയ്യുന്ന ഒരു റൂട്ടാണിത്. ഒരു സൗഹൃദ തിരമാല, ഒരു ശാന്തമായ തലയാട്ടിൽ. ഇവിടെ എല്ലാം അപ്പാർട്ട്മെൻറ്റുകളാണെന്ന് തോന്നുന്നു. എല്ലാം നമ്പർ ഇട്ടിട്ടുണ്ട്. ഇവിടെ എല്ലാം ഇങ്ങനെ സ്ട്രോബെറി ചെടികൾ ഇങ്ങനെ ഈ വസന്തകാലം ആകുമ്പോഴത്തേന് വഴി സൈഡിലെല്ലാം ഇങ്ങനെ പൊട്ടി തളർത്ത് വരും. അവിടെ എല്ലാം ഒച്ചുകൾ എല്ലാം കാണുന്നുണ്ട്. ഇവിടുത്തെ ഒരു നീന്തൽ കുളവും അതിൻ്റെ
മറ്റു കാര്യങ്ങളൊക്കെയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇപ്പോൾ നമ്മൾ വിറ്റിഗോ ഫെനിലെത്തിയിരിക്കുന്നു. ശ്രദ്ധാപൂർവ്വം ആസൂത്രണം ചെയ്ത ഈ റെസിഡൻഷ്യൽ ഏരിയ ഗ്രാമപ്രദേശങ്ങൾക്ക് തൊട്ടടുത്തായി സ്ഥിതി ചെയ്യുന്നു. പച്ചപ്പ് നിറഞ്ഞ മുറ്റങ്ങളും പൂത്തുലഞ്ഞ ചെറിമരങ്ങൾ നിറഞ്ഞ നടപ്പാതകളും കൊണ്ട് ചുറ്റപ്പെട്ട അപ്പാർട്ട്മെൻറ്റ് ബ്ലോക്കുകളുണ്ട് ഇവിടെ. വസന്തകാലത്ത് മുഴുവൻ സ്ഥലവും ഉണരുന്നത് പോലെ തോന്നും. കമ്മ്യൂണിറ്റി ഗാർഡനുകൾ പുതുജീവൻ കൊണ്ട് നിറയാൻ തുടങ്ങുന്നു. കുട്ടികൾ കളിക്കുന്ന ശബ്ദം മുറ്റങ്ങളിലേക്ക് മടങ്ങുന്നു. ബെഞ്ചുകൾ പോലും ചൂട് അനുഭവപ്പെടുന്നു. ഇരുന്ന് ശ്വസിക്കാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. വയലുകളിലൂടെ തിരിഞ്ഞു നോക്കുമ്പോൾ നിങ്ങളിപ്പോഴും ബേണിൻ്റെ ഹൃദയഭാഗത്തോടെ എത്ര അടുത്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. എന്നിട്ടും നഗരജീവിതത്തിൽ നിന്ന് നിങ്ങൾക്ക് എത്രത്തോളം അകലെയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അതാണ് ഈ പുറം പ്രദേശങ്ങളുടെ ഭംഗി. അവ മന്ദഗതിയിലുള്ള താളം നൽകുന്നു. ഒരു സാധാരണ നടത്തത്തിൽ പോലും പ്രകൃതിയുമായി വീണ്ടും ബന്ധപ്പെടാനുള്ള അവസരം. നമ്മുടെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.